ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ഇതിനു മുന്നേ ചെയ്ത പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമേ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഉലുവ കൊണ്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള ഒരു ക്രീമാണ്. നമുക്ക് വെളുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളെ ഫേസിൽ കുരുക്കൾ വന്ന പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള നല്ല, അതുപോലെ തന്നെ വൈറ്റനിങ്, അതായത് ക്രീം, നമ്മൾ സ്കിന്നിന് വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രീമും കൂടിയാണ്. ഇതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 2 സ്പൂൺ ഉലുവ 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ്. നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ രാവിലെ ഇട്ട് വെക്കാം. കൂടുതൽ സമയം കൊണ്ട് തന്നെ അതിൽ ബെനിഫിറ്റ് കൂടി വരും. അപ്പോൾ ഞാനിപ്പോൾ 2 സ്പൂൺ ഒരു 1/4 കപ്പ് വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത്. വൃത്തിയാക്കിയിട്ട് വേണം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഈ വെള്ളം കൂടെ യൂസ് ചെയ്യും. അപ്പോൾ നല്ല വെള്ളം നന്നായിട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ വെള്ളം കൂടെ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൽ അരക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ഇനി അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. കാരണം നമ്മളിത് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ചൂടാക്കുമ്പോൾ നന്നായിട്ട് കുറുകും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർക്കുക. ഇഷ്ടം എന്ന് വെച്ചാൽ ആ കുറുകുന്ന ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ. അത് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഈ വേസ്റ്റ് ഉണ്ട്, ഇത് ഇത്രയും നമുക്ക് അരിച്ചെടുത്താൽ പോകത്തുള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് ഉലുവേൻ്റെ നന്നായിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടാവും, പശപശപ്പുണ്ടാവും. അത് നമ്മൾ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതേ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ കളയാതെ മുഖത്ത് തേക്കുന്നുണ്ട്, അത്രയും നല്ലത്. അപ്പോൾ അരിച്ചെടുത്തിട്ട് എനിക്കിപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിതിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ഇനി ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. നമ്മൾ കുട്ടികളെ കുറുക്കൊക്കെ കാച്ചൂലേ, അതുപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. പക്ഷേ അതിന് ശേഷം ഇതിൻ്റെ അകത്തൊക്കെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഇത്രയും കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓവറായിട്ട് ടൈറ്റൻ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യണം. നന്നായിട്ടൊരു ക്രീമി ടെക്സ്ചർ എങ്ങനെയാണ് അതുപോലെ നമുക്ക് കിട്ടണം ഇത് വാങ്ങി വെക്കുമ്പോൾ തണുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഈ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ ആദ്യം വെള്ളത്തിൽ കലക്കിയിട്ടിലേക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നന്നായിട്ട് കട്ടകൾ റിമൂവ് ചെയ്യാം. അപ്പോൾ ഒരുവിധം കട്ടയൊക്കെ ഞാൻ ഉടച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്രീമി ടെക്സ്ചറിലുണ്ട്. ഇനി കുറച്ചും കൂടെ നമുക്ക് തണുത്തിട്ട് ഞാനിങ്ങനെ ഒരു ബോട്ടിലാണ് ഇത് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ തണുത്തതിന് ശേഷം നന്നായിട്ട് ആ കട്ടയൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി. രാത്രിയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴുകിയാലും മതി. എന്ന് വെച്ചാൽ പുറത്താണെങ്കിൽ 3-4 ദിവസത്തോളം നിൽക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ 2 ആഴ്ചത്തോളം നന്നായിട്ട് നിൽക്കും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി, കൂടുതൽ എടുത്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് നന്നായിട്ട് ഉണ്ടാകും. കാരണം കുറച്ചല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്നെ അറിയിക്കണം യൂസ് ചെയ്തിട്ട് ഒരു 2-3 ആഴ്ചക്കുള്ളിൽ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.